ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഫ്താറിന് സ്പെഷ്യലായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ അട വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്സ് ഒരു വ്യത്യസ്തമായ രീതിയിലാണ് റെഡിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്നൊരു റെസിപ്പി തന്നെയായിരിക്കും. അപ്പോൾ വീഡിയോ നോക്കാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു പാന് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചെടുക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാനിതൊരു ഷവർമൻ്റെ ടേസ്റ്റിൽ വരുന്ന ഒരു തരത്തിലാണ് ഇത് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ചിക്കന് ഞാൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. തൈര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പൊക്കെ ഇട്ടിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ സെയിം പാനിൽ നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. ഫില്ലിങ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സവാള ഒന്ന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഓവറായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പച്ചച്ചുവയൊക്കെ മാറുന്നത് വരെ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് അതിലേക്ക് ഞാനിപ്പോൾ ക്യാരറ്റും കാബേജും പിന്നെ അതുപോലെ തന്നെ ഒരു പൊട്ടാറ്റോ കൂടി എടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അതൊക്കെ ഒന്ന് അങ്ങനെ ഇപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ മസാലപ്പൊടികളായിട്ട് ചേർക്കുന്നത് ഗരം മസാലയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒരു ഷവർമ ചിക്കൻ അട എന്ന രൂപത്തിലാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഓവറായിട്ട് വേറെ മസാലകളൊന്നും വേണ്ട, ഈ ഒരു മസാല തന്നെ മതി. അപ്പോൾ ഇനിയിപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇപ്പോൾ അതിലേക്ക് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടെ അരിഞ്ഞ് റെഡിയാക്കിയിട്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനിയിപ്പം ഇതിലേക്ക് അവസാനമായിട്ട് ക്യാപ്സിക്കും അതുപോലെ തന്നെ ചപ്പ് പുതിനയൊക്കെ അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇവയെല്ലാം ഇന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അങ്ങനെ ഇപ്പോൾ ഞാനൊരു ഭാഗത്തേക്ക് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ചിക്കൻ അടയാണ് റെഡിയാക്കുക. അടയുടെ മാവിന് ഞാൻ വേണ്ടിയിട്ട് മൈദ നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോ ബോൾസാക്കി എടുത്തതിന് ശേഷം ഒരു മോൾഡിൽ അടയുടെ ഒരു മോൾഡ് എടുത്തിട്ട് അതിലേക്ക് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു തരത്തിലുള്ള മോൾഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കട്ടെ. അങ്ങനെ ഇപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം ഈ ഓരോ അടകളും ചുട്ടെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ അടകളൊക്കെ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും വരാം. ബൈ ബൈ.